ക്ഷയരോഗ നിവാരണ ബോധവൽക്കരണ സെമിനാർ നടത്തി. രാജ്യവ്യാപകമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പരിമണം ശ്രീ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സെമിനാർ ചവറ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗ നിർമ്മാർജ്ജന 100 ദിന കർമ്മ പരിപാടി സംബന്ധിച്ച അവബോധം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് ജനപ്രതിനിധികളും ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്ന് MLA പറഞ്ഞു. നമ്മുടെ ശരീരത്തിലേക്ക് ഈ അണുക്കളെല്ലാം തന്നെ പലരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാകണം. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം അതിനെ തടഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ ഈ ത്വക്ക് മുതൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി, പ്രതിരോധ ഭടന്മാർ എന്ന് പറയും, ടിംഫോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ പ്രതിരോധം കൊണ്ട് അതിനെ പിടിച്ചു നിർത്തുകയാണ്. നമ്മുടെ ഈ പ്രതിരോധ ശക്തി എപ്പോൾ കുറയുന്നു അപ്പോൾ നമ്മളിലേക്ക് ഈ അസുഖങ്ങളെല്ലാം വരാം. ഉദാഹരണത്തിന് നമുക്കൊരു ഷുഗർ വന്നിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞെന്ന് വെച്ചു, അപ്പം ഈ ഷുഗറുള്ള ആൾക്കാരിൽ നിന്ന് ഒരു 13% റിസ്ക് കൂടുതലാണ് ട്യൂബർക്കുലോസിസ് വരാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 100% ആൾക്കാരിലേക്കും ട്യൂബർക്കുലോസിസിൻ്റെ അണുക്കൾ ചെല്ലുന്നുണ്ടാകും. പക്ഷേ ബാക്കി ഷുഗർ ഇല്ലാത്ത ബാക്കി എല്ലാവരും അതിനെ പ്രതിരോധിച്ച് നിർത്തുമ്പം ഷുഗർ കൂടിയിട്ട് പ്രതിരോധ ശക്തി കുറഞ്ഞൊരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികളിൽ 13% ആൾക്കാരിലും ട്യൂബർക്കുലോസിസ് ഉണ്ട്. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവൻ അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജാസ്മിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് വിമൽരാജ്, ജോയി ആന്റണി, പ്രിയ ഷിനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഹെൻറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബേബി രാജൻ, സേതുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹെലൻ രാജൻ, അനിൽകുമാർ, ആഗ്നസ്, മീനു ജയകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനീത, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയി KS, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.